പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ സഹോദരനോട്, ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്നും തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മുടെ തന്നെ വിശുദ്ധിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ നല്ല മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ അവരെ തെറ്റിദ്ധരുത്തിയാലും അവർ നമ്മളെ വിമർശിക്കാതെ നമ്മുടെ വാക്കിനെ വിലമതിച്ചുകൊണ്ട് അനുസരിക്കുകയും അവരെ നമ്മൾ തെറ്റിൽ നിന്നും നേടിയെടുക്കുകയും ചെയ്യും. നമ്മുടെ നാവിനെ നമ്മൾക്ക് നിയന്ത്രിക്കാം. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും അവിടുന്ന് നിയന്ത്രിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.